ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ ഇടാത്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഉമ്മാക്ക് തീരെ വയ്യാത്ത കാരണം കൊണ്ടായിരുന്നു വീഡിയോ ഇടാത്തത്. അത് നമ്മൾ EMS കാണിച്ച് നന്ദകുമാർ ഡോക്ടറെ കാണിച്ചപ്പോൾ അന്നനാളം ചുരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ സർജറിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് 7 ദിവസം കിടന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജായിട്ട് നമ്മൾ കോഴിക്കോട് മിംസിൽ പോയിട്ട് മാനോമെട്രി പിന്നെ ടെസ്റ്റ് ചെയ്ത് അതിലും അന്നനാളം പറ്റ ചുരുങ്ങിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് സർജറിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ദുആ ചെയ്യണേ. ഉമ്മാക്ക് 76 വയസ്സായി. അതുകൊണ്ടിപ്പോൾ ഈ സർജറി ചെയ്താൽ തന്നെ അത് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പം നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ നമുക്ക് പിന്നെ എഴുത്ത് തന്നിട്ടുള്ളത്. അവിടെ ആകുമ്പോൾ കുറച്ച് പൈസക്കൊക്കെ ഇളവുണ്ടാവുമല്ലോ. നമ്മൾ EMS 3 ലക്ഷം രൂപ പറഞ്ഞത്. അപ്പോൾ കോഴിക്കോട്ടേക്ക് ഇനി ചൊവ്വാഴ്ച കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കോഴികളൊക്കെ എന്തായിരുന്നു എല്ലാവരും ഇങ്ങനെ വാട്സപ്പിലൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. അതൊന്നും പറയണ്ട, ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എൻ്റെ മൂത്ത മോളെ ഞാനിവിടെ കൊടുന്നാക്കിയിട്ടുണ്ടായിരുന്നു. അവളായിരുന്നു കോഴികളെയൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചിട്ട് ഒരു 10-30 കുട്ടികളെ ഞാൻ വിരിയിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അവർ കൊത്തുകൂടിയിട്ട് 2-3 കോഴികൾ ചാവുകയൊക്കെ ചെയ്തിട്ടാണ്. അതേപോലെ മുട്ടയിടലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നതിൻ്റെ ശേഷം. പിന്നെ അവരെയൊക്കെ കൂടൊക്കെ മാറ്റിയിട്ട് അതും പോരാണ്ട് ഞാൻ 2 കോഴികളെ അട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായ സമയത്താണ് ആ 2 കോഴികളും അടവെച്ച കോഴികൾ വിരിയും ചെയ്ത്. ഇതൊന്നും എന്താ ചെയ്യേണ്ടതെന്നൊന്നും മക്കൾക്ക് അറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഏട്ടത്തിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വന്നതിൻ്റെ ശേഷം ആ കോഴികളെയൊക്കെ അടവെച്ചോടത്തുനിന്നൊക്കെ മാറ്റിയിട്ട് കൂട്ടിൽക്കാക്കിയും ആ 2 കൂട്ടിൽക്കാക്കി. അതേപോലെ കൊത്ത് കൂടിയ കോഴികളെ ഒരു ഭാഗം ഇങ്ങോട്ട് മൂടൊക്കെ ഇങ്ങോട്ട് കൊത്തിയിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നറിയോ, അത് ബെറ്റാഡിൻ്റെ ഓയിൽമെൻറ്റൊക്കെ തേച്ച് അതിനെ വേറെ കൂട്ടിലേക്കൊക്കെ ആക്കി കോഴിക്കൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കോഴിക്കുട്ടികളെയൊക്കെ മാറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആ ഒരു നേരം കൊണ്ട് ഒരു ദിവസം ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ പോയി. അപ്പോഴത്തേനും ഞാനൊരു വിധമൊക്കെ സെറ്റാക്കി കൊടുത്ത് മോൾക്ക്. പിന്നെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തീറ്റയൊക്കെ കൊടുന്ന് കൊടുത്ത്. നമ്മൾ ചെയ്യുന്ന രീതി പോലെയൊന്നും അവർക്ക് ചെയ്യാനറിയില്ലല്ലോ. അതാണ് പ്രശ്നമേ. നമ്മൾ ഇല്ലയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെ കുറച്ച് തോനെ കോഴികളും ഉണ്ടല്ലോ. അങ്ങനെ മുട്ടയിടലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ മുട്ടയിട്ട് വരുന്നവർക്ക് തീറ്റ ശരിക്കുള്ള തീറ്റ കിട്ടാത്തതുകൊണ്ട് മുട്ടയിടൽ കുറഞ്ഞ്. അങ്ങനെയാണല്ലോ. ഇവർക്ക് വേറെ പറമ്പിലും ഇവിടെ നിന്ന് കൊത്തി തിന്നാനുള്ളതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ അതിൽ കാണുന്ന ചെറിയ കുട്ടികളൊക്കെ അതിപ്പോൾ 2 മാസം ആവണേയുള്ള കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവർക്ക് വിരമരുന്നൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം വിരമരുന്നൊക്കെ കൊടുത്ത് 45 ദിവസം കഴിഞ്ഞിട്ടല്ലേ വിരമരുന്ന് കൊടുക്കുക. അതൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ അവരങ്ങനെ ഉച്ചവരെ വിടില്ല. കാരണം രാവിലെ ഈ മുട്ടത്തീറ്റ അവർക്ക് തീറ്റയിൽ കൊടുക്കുന്നതാണ് മറ്റ് വലിയ കോഴികൾക്ക്. അപ്പോൾ ഇവരെ വിട്ട് കഴിഞ്ഞാൽ ആ മുട്ടത്തീറ്റ തിന്നുമല്ലോ. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ അവരെ രാവിലെ വിടില്ല. ഉച്ചയ്ക്ക് ശേഷം ആ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അരിയും ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ആ സമയത്തേ വിടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ അവരെ വിടും. അത് കാരണം കൊണ്ട് കൊക്കിൻ്റെ മൂർച്ചയൊക്കെ ഒന്ന് കുറയും. പിന്നെ ഞാൻ അവരുടെ കൊക്കൊക്കെ പിന്നെ നെയിൽ കട്ടറായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ കൊത്തി ആകെ ബാക്കൊക്കെ 2 കോഴി 3 കോഴി ചത്തു. അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരു വിഷമമായിരുന്നു. കാരണം നല്ല നല്ല പുള്ളിക്കോഴികളായിരുന്നു, അതൊക്കെ ചത്തു. അതേപോലെ വലിയ കോഴിയിലൊരു കോഴി ചത്തു. അതൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മളാണല്ലോ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ല. പിന്നെ എൻ്റെ ചെറിയ മോൾക്ക് കോഴീനെ ഇവിടെ കണ്ട അവിടെ ഓടുന്ന സൈസാണ്. അതുകൊണ്ട് ചെറിയ മോൾ കോഴീനെയൊന്നും നോക്കൂല, അവൾക്ക് പേടിയാണ്. വലിയ മോളും കുട്ടിയൊക്കെയാണ് കോഴീനെ ഭയങ്കര ഇഷ്ടം. അവരാണ് നോക്കുക. അപ്പോൾ അവളെ കുട്ടീനെ LKG ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 7 ദിവസം സ്കൂൾ കളഞ്ഞിട്ടാണ് അവളിവിടെ വന്ന് നിന്നിരുന്നതൊക്കെ. ഇനിയിപ്പോൾ കോഴിക്കോട്ടേക്കാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർമാരെന്താ പറയാമെന്നൊന്നും അറിയില്ല. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഹൈറായതിലേക്ക് അള്ളാഹു അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. അപ്പോഴും മോള് വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അവസ്ഥകൾ. നമ്മൾ പിന്നെ ഇങ്ങനെ ഫാമൊക്കെ നടത്തുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് മാറി നിൽക്കാനൊക്കെ. ഒരു ഹോസ്പിറ്റൽ കേസോ അതേപോലെ നമ്മളെ ഉമ്മാർക്ക് വയ്യാണ്ടാകുക, അല്ലെങ്കിൽ ഉപ്പാർക്ക്, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക്
അങ്ങനെയൊക്കെ വയ്യാണ്ടാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു പിന്നെ ഒരു കോഴികളെയൊക്കെ കൊടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, ഇതൊക്കെ കഴിഞ്ഞ് വന്നാലും നമുക്ക് ഈ കോഴികളല്ലേ നമ്മളുടെ ഒരു വരുമാനം ഇതാണ്. പിന്നെ നമ്മളുടെ ഇഷ്ടപ്പെട്ട മേഖല ഇതാണ്. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇത്രയും കോഴികളെ പിന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ കോഴികളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മോള് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കണം ഇന്ന രീതി എന്നൊക്കെ കാണിച്ചു കൊടുത്തെന്ന് അവർ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ഒരിക്കലും ആവില്ല. അപ്പോൾ ഒറ്റക്കൊക്കെ താമസിക്കണവർ, അതേപോലെ നമുക്കൊന്ന് വേറെ ആളുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാക്കി പോകാൻ ആളുകളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഫാം ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പാവം തോന്നി എനിക്ക് ഇവരെയൊക്കെ ആലോചിച്ചിട്ടേ. കാരണം പിന്നെ ഈ തീറ്റക്രമം ശരിയല്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കതൊന്നും ശരിയല്ല. അതേപോലെ ഞാൻ കുറച്ച് പുല്ലും അതും ഇതൊക്കെ വലിച്ചു കൊടുക്കലുണ്ട്. മോൾക്കിപ്പോൾ അതൊന്നും വയ്ക്കില്ലല്ലോ. അങ്ങനെ ഭയങ്കര കുറേ ബുദ്ധിമുട്ടി. ഞാൻ 7 ദിവസം ഹോസ്പിറ്റലിൽ ഉമ്മാനായിട്ട് കിടന്ന്. ആ 7 ദിവസം കോഴികൾ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട് അവർ. എന്തായാലും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഹൈറായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. കോഴി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ കോഴി സെയിലിനായിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഹോസ്പിറ്റൽ കേസായ കാരണം കൊണ്ട് വീഡിയോ ഒന്നും ഇടാറുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണ് വിവരങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഒരുപാട് പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത്, എന്താണ് കോഴി ഉണ്ടോ, അസോള ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. അസോളയുടെ കാര്യമൊന്നും പറയണ്ട. അസോള ടാങ്ക് മൊത്തം അതിങ്ങനെ നോക്കാത്ത കാരണം കൊണ്ട് അതൊക്കെ പോവാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ആ ടാങ്കിലെ ഫുള്ള് വെള്ളമൊക്കെ ക്ലീനാക്കി മണ്ണൊക്കെ കളഞ്ഞ് രണ്ടാമത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ക്ലീനാക്കി ശരിയാക്കിയിട്ടിപ്പോൾ അസോളയുടെ വിത്ത് കയ്യിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ എന്നോട് അസോള ചോദിക്കുന്നുണ്ട്. അസോള ഇനി ശരിയായി വരട്ടെ, അതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് തരട്ടാ അസോള. പിന്നെ ഈ ഒരു ഉമ്മാൻ്റെ അസുഖം അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നിട്ടാ. എല്ലാവരോടും നന്ദിയുണ്ട്. കാരണം നമ്മളെ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാനിനി പിന്നെ ചൊവ്വാഴ്ചയാണ് ഹോസ്പിറ്റലിലേക്ക് പോണത്. അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. പിന്നെ നമ്മുടെ ഉമ്മാർക്കൊന്നും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാനൊന്നും നമുക്ക് തോന്നില്ല. ആ ഒരു മൈൻഡൊന്നും നമുക്ക് വരില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.